പൂർണ്ണമായും 8K റെസൊല്യൂഷനിൽ ചിത്രീകരിച്ച ആദ്യ ഇന്ത്യൻ സിനിമ. കന്നഡയിലെ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്ന ഒരു മലയാള സിനിമ. തെലുങ്കിൽ നിന്ന് ശ്രീകാന്തും റാഷി ഖന്നയും, തമിഴിൽ നിന്ന് വിശാലും ഹൻസികയും, മലയാളത്തിൽ നിന്ന് മോഹൻലാൽ. സംവിധാനം ചെയ്യുന്നത് അതുവരെ മോഹൻലാലുമായി നല്ല ട്രാക്ക് റെക്കോർഡുള്ള ബി ഉണ്ണികൃഷ്ണൻ. ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവരുടെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ പോലുള്ള ഒരു ടൈപ്പ് സിനിമ. അങ്ങനെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കേട്ടതെല്ലാം വലിയ കാര്യങ്ങൾ. ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അൾട്ടിമേറ്റ്ലി ഒരു സീറ്റഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണാൻ വേണ്ടി കയറിയപ്പോൾ കിട്ടിയത് മറ്റെന്തൊക്കെയോ ആയിരുന്നു. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് ഈ കോംബോയുടെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമ സക്സസ്ഫുൾ ആയതുകൊണ്ട് മനഃപൂർവ്വം പല എലമെന്റുകളും ആഡ് ചെയ്ത് അതുപോലെ തന്നെ ആക്കിയെടുക്കാൻ ശ്രമിച്ചൊരു സിനിമയായിരുന്നു ഇത്. എനിവേസ്, 2018 ഒടിയൻ ഡിബാക്കിൾ സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് ലാലേട്ടന്റെ കണ്ണുകൊണ്ടുള്ള അഭിനയവും ചില വമ്പൻ എക്സ്പ്രഷൻസും ഒക്കെ കാണാൻ കിട്ടി എന്നുള്ളത് മാത്രമാണ് അവസാനം ഈ സിനിമ കൊണ്ടുണ്ടായുള്ള ഒരു ലാഭം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത് പോലെ അസ്വാഭാവികമായ മറ്റൊന്നും ഈ ലോകത്തിലില്ല.